നിനക്ക് ഇന്ന് തന്നെ പോണോ രഘു? നീ 2 ദിവസം ഇവിടെ നിൽക്ക്. എന്റെ ഒരു സമാധാനത്തിന് ഞാൻ പറയുന്നത്. ഞാനിവിടെ നിന്ന അമ്മാവന്റെ ഉള്ള സമാധാനം കൂടെ നഷ്ടപ്പെടുകയുള്ളൂ. ഇവിടെ ഇത്രയും കാര്യങ്ങൾ നടന്നിട്ട് അമ്മാവന്റെ മോൾ എന്നോടൊരു വാക്ക് പോലും മിണ്ടിയിട്ടില്ല. അമ്പിളിക്ക് നിന്നോട് പിണക്കമാണെങ്കിൽ ആ പിണക്കം അങ്ങനെ തന്നെ നിൽക്കട്ടെ. അതുകൊണ്ട് നിനക്കിവിടെ കയറാൻ പാടില്ലെന്നുണ്ടോ? ഇത് നിന്റെയും കൂടി വീടല്ലേ? അതെങ്ങനെ അമ്മാവ? ഇതെന്റെ അമ്മാവന്റെ വീടാണെന്ന് പറയാന്നല്ലാതെ എനിക്ക് വീട്ടിൽ എന്ത് അവകാശമുള്ളത്? എനിക്കുള്ള അവകാശം നിനക്കൊണ്ടിരിക്കൂ. അത് ഞാൻ നിനക്ക് നിന്റെ കുട്ടിക്കാലം മുതലൊക്കെ തന്നുകൊണ്ടിരുന്ന അവകാശം. അതില്ല എന്ന് പറയാൻ ആർക്കും പറ്റില്ല. അങ്ങനെ പറഞ്ഞാലും ഞാൻ ആർക്കും വിട്ടുകൊടുക്കാനും പോകുന്നില്ല. എന്തായാലും ദാസങ്ങള് അമ്പിളിയോടൊന്ന് സംസാരിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ റിസൾട്ട് വരട്ടെ. അമ്മ ഇന്ദ്രന്റെ കാര്യത്തിൽ ടെൻഷനൊന്നും ആവണ്ട. അവന്റെ കൂടെ അനു സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ടല്ലോ. അവൾ നോക്കിക്കോളും. രഘു, നമുക്ക് ഇറങ്ങാം. ശരിയെങ്കിൽ ഇതൊന്നും എളുപ്പം ഒതുക്കി തീർക്കാവുന്ന കേസല്ല. അമ്പിളി പിടിച്ച മുയലിന് 3 കൊമ്പായിരുന്നെങ്കിൽ ഇപ്പൊ 4 കൊമ്പ. ഞാൻ പറഞ്ഞില്ലേ അമ്മാവ, ഞാൻ ദാസങ്ങളുടെ കൂടെ തിരിച്ചു പോയിക്കോളാം. അമ്മാവൻ എന്നെ കൊണ്ട് എന്തെങ്കിലും ആവശ്യമുണ്ടെന്ന് തോന്നുമ്പോൾ ഒന്ന് വിളിച്ചാൽ മതി. 1 മണിക്കൂറിലകം ഞാനിങ്ങ് ഓടിയെത്തും. അതാണ് നല്ലത്. കുറച്ച് മാറി നിന്നാലാവും ചിലർക്ക് ചിലരുടെ വില മനസ്സിലാവുന്നത്. ശരി, ദാസനും അങ്ങനെ തന്നെയാണ് തോന്നുന്നെങ്കിൽ ഞാൻ പിന്നെ എന്ത് പറയാനാ? നിങ്ങളുടെയൊക്കെ ഇഷ്ടം പോലെ ആവട്ടെ. അണ്ണ ഇനി ഒരു കാര്യവും മനസ്സിൽ കൊടുക്കണ്ട. ഞങ്ങൾ പോയതിനു ശേഷം ഇന്നും നാളെ കേട്ട് ഇന്ദ്രനെ വിനയനെയൊക്കെ കാണുന്നുണ്ട്. ഇന്ദ്രനെ കണ്ട് സമാധാനിപ്പിക്കണം. ഇനി സുശീല പറഞ്ഞത് സത്യമാണെങ്കിൽ പോലും ഇന്ദ്രൻ അത് ഉൾക്കൊള്ളാനുള്ള ശക്തി നമ്മൾ പകർന്നു കൊടുക്കണം. അത് നമുക്ക് ചെയ്യാം. സുശീലയ്ക്ക് ഇന്ദ്രൻ മകനല്ല എന്ന് പറയാനുള്ള ശക്തി ഉണ്ടെങ്കിൽ അത് അംഗീകരിക്കാനുള്ള ശക്തി ഇന്ദ്രന് ഉണ്ടായാലേ പറ്റൂ. അത് ഞങ്ങൾ പറഞ്ഞോളാം. ശരി, എന്നാ പിന്നെ നമുക്ക് വിട്ടാലോ രഘു? ഞാൻ റെഡിയാങ്ങളെ. എന്താ പിന്നെ പോയിട്ട് കാണാം. ശരി ദാസ്. അമ്മോ, പിന്നെ നീ എന്നെ ദിവസവും വിളിക്കണോട്ടോ രഘു. നീ വെറുതെ ആ വിനയനുമായിട്ട് സംസാരത്തിനൊന്നും പോണ്ട. ഇല്ല അമ്മ, ഞാൻ എവിടെ പോകുന്നുണ്ടെങ്കിലും ദാസങ്ങളുടെ കൂടെ പോവുള്ളൂ. ശരി, ഞാൻ വിളിച്ചോളാം. ശരി. ഇത് വേണ്ടായിരുന്നു ആന്റി. ആന്റി ചെയ്തതേ ഒരു എടുത്തിയാട്ടമായി പോയി. പിന്നെ എത്രയെന്ന് കരുതിയാ ഞാൻ ക്ഷമിക്കുന്ന ഹർഷേ? സാഹി കെട്ടപ്പോ എന്റെ നിയന്ത്രണം വിട്ടുപോയി. അതെനിക്ക് മനസ്സിലായി. ഇന്ദ്രന്റെ വായടപ്പിക്കാൻ ആന്റി ഇറക്കിയ ഒരു വജ്രായുധമാണതെന്ന് എനിക്ക് തോന്നി. പക്ഷേ ആന്റി ചെയ്തതേ വലിയൊരു മണ്ടത്തരമാണെന്ന എന്റെ അഭിപ്രായം. നീ എന്താ ഹർഷേ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ആന്റി, ഇന്ദ്രന് ആന്റിയുടെ ശക്തി, അത് ആന്റി മറക്കരുത്. ഇന്ദ്രന്റെ അമ്മയായിട്ടല്ലേ ഞാൻ പോലും ആന്റിയെ പരിചയപ്പെട്ടത്. ആന്റി ഒരു കാര്യം മനസ്സിലാക്കണം. ഇന്ദ്രന്റെ അമ്മയായിരിക്കുമ്പോഴുള്ള ബഹുമാനവും സ്നേഹവും ഒന്നും ആ ബന്ധമില്ലാതായ ആന്റിക്ക് ഒരു സ്ഥലത്തുനിന്ന് കിട്ടില്ല. ഹർഷേ, ഞാൻ പറയുന്നത് നീ ഒന്ന് സമാധാനത്തോടെ കേക്ക്.
കുറെ നാളായി ഞാൻ നിന്നോടൊരു കാര്യം പറയണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. ആ ഇങ്ങനൊരു നാടകം കളിക്കാൻ പോകുന്നു എന്നല്ലേ? പക്ഷേ നേരത്തെ എന്നോടിത് പറഞ്ഞിരുന്നെങ്കിലേ ഞാൻ ഒരിക്കലും ഇതിന് സമ്മതിക്കില്ലായിരുന്നു. ഹർഷ പറയുന്നത് ശരിയാണ്. ഇന്ദ്രന്റെ അമ്മ എന്ന സ്ഥാനം ഇല്ലെങ്കിൽ പിന്നെ ഹർഷയടക്കം ആരും എനിക്ക് ഒരു വിലയും തരുമെന്ന് തോന്നുന്നില്ല. ഇനിയിപ്പോ എന്താ ചെയ്യാ? പറഞ്ഞും പോയി. ആന്റി ആന്റി എന്താ ആലോചിക്കുന്നേ? ഹേയ്, ഒന്നുമില്ല ഹർഷേ. മറ്റുള്ളവരുടെ കൂടെ കൂടി ഇന്ദ്രൻ എന്നെ ഒറ്റപ്പെടുത്തിയപ്പോ അവനോട് എനിക്ക് സഹിക്കാൻ പറ്റാത്ത ദേഷ്യം തോന്നി ഹർഷേ. അതാ വായി വന്ന പോലെ ഞാൻ എല്ലാം വിളിച്ചു പറഞ്ഞത്. എനിക്കത് മനസ്സിലായി. ആന്റി എറിഞ്ഞ ആയുധം കൃത്യമായി ഇന്ദ്രന്റെ നെഞ്ചിൽ തന്നെ തറച്ചിട്ടുണ്ടാവുന്നതും ശരിയാ. പക്ഷേ അത് ആന്റിയെ കൂടി തകർക്കുന്നൊരു വജ്രായുധം ആയിപ്പോയി. നീ പറയുന്നതൊക്കെ ശരിയാ. പക്ഷെ സംഭവിച്ചു പോയി, ചെയ്തു പോയി. സാരമില്ല. തൽക്കാലം ഈ പിണക്കം എങ്ങനെയെങ്കിലും എത്രയും പെട്ടെന്ന് പരിഹരിക്കാൻ നോക്ക്. മാറ്റി നിർത്തിയല്ലേ, ഒപ്പം ചേർത്ത് നിർത്തി വേണം നമ്മുടെ ലക്ഷ്യം നേടാൻ. മനസ്സിലായി. എന്താ വേണ്ടതെന്ന് എനിക്കറിയാം. നഷ്ടപ്പെട്ടതെല്ലാം ഞാൻ തിരിച്ചു പിടിക്കും. അതിനുള്ള വഴി എന്താണെന്ന് എനിക്കറിയാം. ആന്റി എനിക്ക് വിശ്വാസം. എന്ത് ചെയ്യുമ്പോഴും ആന്റി ഓർക്കേണ്ടത് ഒരേ ഒരു കാര്യം.